എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു പുതിയ വ്ലോഗാണ്. ഇന്നൊരു ഈവനിങ് വ്ലോഗ് എടുക്കാന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് ഞാനും വൈദ്യരുടെ കൂടെ ഒരു റൊമാൻറ്റിക് ഡേറ്റിന് പോകുന്നു. അല്ലേ ചേട്ടാ? വെറുതെ പറഞ്ഞേട്ടാ, നമ്മള് ഇത്തൂര് മാംഗ്ലൂര് സിറ്റി സെന്ററിലല്ലേ നമ്മള് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള കളിപ്പിക്കാനാണ്. മറ്റേ പ്ലേ ഏരിയ ഇല്ല. അപ്പൊ നമ്മള് കാസർഗോഡ് റെഡി ഇല്ല. അപ്പൊ നമ്മള് പോകുമ്പോ ബാംഗ്ലൂരിന്റെ പോലെ പ്ലേ ഏരിയ ഉണ്ട്. അപ്പൊ ഒത്തു കുറെ നാളായി പറയും. നമ്മള് മഴയൊന്നും തുടങ്ങി പിന്നെ കൊണ്ടുപോയിട്ടില്ല, മഴ ആയതുകൊണ്ട്. പിന്നെ കഴിച്ചെന്താ വൈകുന്നേരം വെറുതെ ഇരിക്കുന്നു, ഒന്നുമില്ല പരിപാടി. അപ്പൊ നമുക്ക് പോവാന്ന് വിചാരിച്ചു. ഇച്ചോടെ കിടന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി വഴിയെ കാണാം. ഓക്കെ, ഇതിപ്പോ നമ്മള് മാംഗ്ലൂര് പോകുമ്പോഴുള്ള മറ്റേ നമ്മളെ സൗത്ത് ഇന്ത്യയിലെ അല്ലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ പാലാണത്. ഇന്നെന്താ പേരെന്താ? ഒറ്റത്തൂണ് 6 ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഏകദേശം കംപ്ലീറ്റ് ആയി തോന്നുന്നു അല്ലേ ചേട്ടാ? വണ്ടിയെല്ലാം പോലെ ഇതില് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പൊ പണ്ട് നമ്മൾ വന്നപ്പോ ഈ 2 സൈഡും ഭയങ്കര വൃത്തികേടായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നല്ല ക്ലീൻ ആക്കി ഇന്റീരിയർ ഇന്റർലോക്ക് ഇട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്പൊ നമ്മള് കാസർഗോഡ് ടൗണിൽ തന്നെയാ ഉള്ളത്. ഫുള്ള് നമ്മൾ ഇത്തുബേബി എണീറ്റ് വന്നിട്ടുണ്ട് അല്ലേ? ഇച്ചുബേബി അല്ലേ? നമ്മൾ ഏത് പോകുന്നത്? പൂളി കളിക്കാൻ ഇഷ്ടാണ്. ഭയങ്കര മഴയായിട്ട് ഒരു രക്ഷയില്ല, ഭയങ്കര മഴ. പക്ഷെ റോഡെല്ലാം നല്ല സൂപ്പർ റോഡായിട്ടുണ്ട്. നമ്മളൊരു 8 മിനിറ്റില് കാസർഗോഡ് നിന്ന് കുമ്പളയിലേക്ക് എത്തി അല്ലേ? സൂപ്പർ റോഡ് പൊളിയായി. അപ്പൊ നമ്മള് കുമ്പള കഴിഞ്ഞു, ഉപ്പള കഴിഞ്ഞു അല്ലേ? ഉപ്പളക്ക് വേറെ ഒരു 15 മിനിറ്റ്സ് 15 മിനിറ്റ്. എന്താണ് നടക്കുന്നത്? എത്ര പെട്ടെന്ന് എത്തി. എനിക്കിനി ഉപ്പള ബ്രാഞ്ച് ആയാലും കുഴപ്പമില്ല അല്ലേ? കാഞ്ഞങ്ങാട് ട്രാൻസ്ഫർ ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നല്ലോ. നല്ല റോഡ് ഗൈസ്, എന്ത് നല്ല റോഡല്ലേ. ഞാൻ ഇത്ര പെട്ടെന്ന് ഇത്ര നല്ല റോഡാവുന്ന ഞാൻ വിചാരിച്ചിട്ടാ. ഇത് ഇത്തന്നെ ഒരു ഹോബിയാണ്. വൈകിട്ടും ഡ്രൈവ് ചെയ്യുമ്പോ ഒന്ന് ചെവി പിടിക്കല്, ചെവി കടിക്കല്, നക്കല് എല്ലാം ഇട്ടു. ഇതിന്റെ ടീച്ചറെ കാണും ഈ വ്ളോഗ്. ഞാനില്ലേ ഈ വരുമ്പോ കൊറേ സ്ഥലത്ത് ഞാൻ ഈ ബോർഡ് കണ്ടു. ഈ സൈൻ ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. കണ്ടോ ഈ ബോർഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? എല്ലാരും ടാക്സ് കൊടുത്തിട്ടല്ലേ അല്ലേ? എല്ലാരും ടാക്സ് കാരണമാണല്ലോ റോഡെല്ലാം ഇങ്ങനെ ഡെവലപ്ഡ് ആവുന്നത്. പക്ഷെ അവർക്കൊന്നും ഈ റോഡിൽ പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ശരിയാണോ? അല്ലേ ചേട്ടാ? പക്ഷെ എന്നാലും എനിക്ക് എന്തോ ഒരു ഇൻജസ്റ്റിസ് പോലെ ഫീൽ ചെയ്യുന്നു. നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യണം കേട്ടോ. ഈ മറ്റേ ട്രാക്ടർ, സൈക്കിൾ, പിന്നെന്താ ചേട്ടാ ബൈക്ക്, ബട്ട് സ്റ്റിൽ അല്ലേ അത് പോയിന്റാണ്. പക്ഷെ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ലേ റോഡ് അല്ലേ? പറയൂ. എനിക്ക് എന്റെ കണ്ണുകൾ വിശ്വസിക്കാനാവുന്നില്ല. നമ്മൾ ജസ്റ്റ് 20 മിനിറ്റില് തലപ്പാടിന്ന് കാസർഗോഡ് തലപ്പാടി എത്തി. ഫുൾ കംപ്ലീറ്റ് ഹൈവേ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോ ഇവിടെ എത്താനാകുമ്പോ ഇനി ലൈൻ ഇടാൻ അങ്ങനത്തെ ചെറിയ പരിപാടിയേ ബാക്കിയുള്ളൂ. അപ്പൊ നമ്മള് റെഡി ആയി ഗൈസ്. കാസർഗോഡ് ചിലപ്പോ ഞാനായിരിക്കും ഇത് ലാസ്റ്റ് ആയി അറിയുന്നത്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇത് കണ്ടപ്പോ. നമ്മള് പണ്ട് വരുന്ന റോഡിനേക്കാളും എത്രയോ നല്ല റോഡാണ് ഇപ്പൊ. എത്രയോ പെട്ടെന്ന് എത്തി. നമ്മൾ ഈ ഹോസ്പിറ്റലും മറ്റേ സിറ്റിയും എല്ലാ ആവശ്യത്തിനും ഈ കാസർഗോഡുള്ളവർ വരുന്നത് ബാംഗ്ലൂരേക്കാണ്. അപ്പൊ ഇത്ര പെട്ടെന്ന് എത്തുന്നത് എന്തുകൊണ്ട് ഭയങ്കര ഒരു നല്ല കാര്യം അല്ലേ? നമ്മളിത് കണ്ടോ? വെൽക്കം ടു കർണാടക. നമ്മൾ എത്തി, തലപ്പാടി എത്തി. എത്തിയടാ. ഇതാട്ടാ ഫേമസ് നേത്രാവതി ബ്രിഡ്ജ്. മുഴുവൻ കലക്ക വെള്ളമാണ്. എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എത്തൂല ഹൈറ്റില്. ഞാൻ ബാംഗ്ലൂരാ പഠിച്ച MIT. അപ്പൊ നമുക്ക് ഇവിടെ എത്തുമ്പോ എപ്പോഴും എന്തോ ഒരു വൈബായിരുന്നു എനിക്ക് എന്റെ ഫ്രണ്ട്സിനും. ഇവിടുന്നാണ് മറ്റേ ആ കഫേ കോഫിയുടെ ഓണർ മറ്റേ സൂയിസൈഡ് ചെയ്ത് അല്ലേ? ഈ ബ്രിഡ്ജ് എന്താ അറിയില്ല, അത് ഈ ബ്രിഡ്ജാണ്. അയ്യോ ഇത് ഭയങ്കര വെള്ളമൊക്കെ ഭയങ്കര കുത്തൊഴുക്കാട്ടാ. മാംഗ്ലൂർ പഠിച്ച കുട്ടിയൊക്കെ ഈ സ്ഥലത്തെത്തുമ്പോ എന്തെങ്കിലും ഒരു വൈബ് കിട്ടാറുണ്ടോ എന്ന് പറയണേ. അങ്ങനെ ഞങ്ങള് നേത്രാവതി ബ്രിഡ്ജ് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മള് നേരെ പോകുന്നത്
അങ്ങനെ നമ്മൾ കഥയും കുറ്റെല്ലാം പറഞ്ഞ അവസാനം മംഗലാരെത്തി. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എന്റെ വോയിസ് ആയിരിക്കും, എന്ന് വെച്ചാൽ വോയിസ് ഓവർ ആയിരിക്കും. കാരണം നമ്മൾ പോയ സ്ഥലത്ത് മുഴുവൻ കോപ്പിറൈറ്റിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് എത്തിയത് KFC-യിലേക്കാണ്. KFC-യിൽ ഒരു മീലായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 3 ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു. നമ്മൾ പെപ്സിയാണ് ചൂസ് ചെയ്തത്. പിന്നെന്തുണ്ടായിരുന്നു, വിങ്സ് ഉണ്ടായിരുന്നു, സ്ട്രൈപ്സോ അതുണ്ടായിരുന്നു, ഫ്രൈഡ് ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2 സോസ് സെലക്ട് ചെയ്തു. അതിന് എത്ര, ഒന്നിന് 15 രൂപയാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ കഴിക്കാൻ തുടങ്ങി. 3 പേർക്ക് നല്ല കറക്റ്റ് ആയിരുന്നു, ഓവറും ആയിരുന്നില്ല കുറവുമായിരുന്നില്ല. പക്ഷെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് എന്തെന്ന് വെച്ചാല്, കേരളത്തിന്റെ പുറത്ത് പോയാൽ KFC-ക്ക് എപ്പോഴും നല്ല ടേസ്റ്റും കേരളത്തിലുള്ള KFC-ക്ക് ടേസ്റ്റ് കുറവായിരുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ നമ്മള് KFC ഒക്കെ കഴിച്ച് വയറ് ഫുള്ളായി. ഇനി നമ്മൾ നേരെ പോകുന്നത് പൂളി കളിക്കാനാണ്. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് പീക്കബൂലേക്കാണ്. പീക്കബൂ എവിടെയാ, മാംഗ്ലൂരുള്ള ഒരു ഇൻഡോർ പ്ലേ ഏരിയ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ, കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് ഇതിന്റെ അകത്ത് കയറാം. ചില റൈറ്റ്സിലൊക്കെ കയറിയും ചെയ്യാം. കയറാൻ പാടോന്നറിയില്ല, പക്ഷെ ഞങ്ങൾ കയറിയിട്ടുണ്ട്. പഴയ വീഡിയോയിൽ കാണിക്കാട്ടാ. ഇവിടെ എന്തൊക്കെയാണുള്ളത്, നമ്മൾ ഇതുവരെ ഈ സ്ഥലത്ത് കൊണ്ടുവന്നിട്ടില്ല. ഇതുവരെ പോയ സ്ഥലത്തൊന്നും ഇത്ര സംഭവം ഇല്ല കളിക്കാൻ വേണ്ടിയിട്ട്. ഇത് സ്ലൈഡാണ്, ഭയങ്കര വലിയ സ്ലൈഡാട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഭയങ്കര ഹ്യൂജ് ആണ്. നമ്മളുള്ളിൽ കുട്ടി പുറത്തിറങ്ങി. ഇനി നിങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കും. അവിടെ എന്ന് വെച്ചാൽ പേരൻസിനുള്ളിൽ കയറാം, കുട്ടികളെ സഹായിക്കാം. വേണമെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കളിക്കുകയും ചെയ്യാം. ഇത് ഞാൻ അവിടുത്തെ ഇൻസ്ട്രക്ടറായി മാറുകയായിരുന്നു ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ബോൾ അതിൻ്റെ അടുത്ത് കുടുങ്ങി കിട്ടുന്നില്ല. അപ്പൊ പിള്ളേരെ ഒന്ന് എന്നെ വിളിച്ചു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഞാൻ പോയി ബോൾ എടുത്ത് കൊടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനം പിന്മാറിയ പറ്റുന്നില്ല. ഇത് വേറൊരു മുതുക്കം കയറുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഇത്തവണ ഒരു 1.5 hour കളിപ്പിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് തിരിച്ചു കൊണ്ടു. ഒന്നും കൂടെ നമ്മൾ കളിക്കാനല്ല പോയത്, തിരിച്ച് വീട്ടിലേക്കാട്ടാ പോയത്. വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് നല്ല വിശപ്പ് വന്നു. അങ്ങനെ ഞങ്ങള് ഏറ്റവും ഫേവറേറ്റ് സ്പോട്ട്, എന്റെയും ബൈത്തട്ടന്റെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ടാണ് ഈ ഉടുപ്പി ഗാർഡൻ. ഇതൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. പക്ഷെ ഇവിടുത്തെ ദോശ, സ്റ്റാർട്സ്, എവറിത്തിങ് ഇസ് ഗുഡ് ഗൈസ്. എന്തായാലും കാസർഗോഡുള്ളവർ ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഉടുപ്പി ഗാർഡൻ. ഞങ്ങൾ ഓർഡർ ചെയ്തത് പാനിപൂരി. എവിടെ പോയാലും ഞാൻ ഈ പാനിപൂരി ഓർഡർ ചെയ്യും, കാരണം പാനിപൂരി എന്റെ ജീവവായുവാണ്. പിന്നെ മസാല ദോശ വന്നു, നെയ് റോസ്റ്റ് വന്നു. പിന്നെ എനിക്ക് ഇവിടുത്തെ റവ ദോശ ഭയങ്കര ഇഷ്ടം. ഞാൻ അതായിട്ട് ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ക്ഷീണിച്ച് നമ്മളിനി വീട്ടിൽ പോലായി. അപ്പൊ നാളെ നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെയും കാണാട്ടോ. നിങ്ങൾക്ക് എന്ത് ടൈപ്പ് വീഡിയോ വേണ്ടതെന്നൊന്ന് കമന്റ് ചെയ്യണേ, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ, കുറച്ചുകൂടെ വീഡിയോ നന്നാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി ഒരു നല്ല വീഡിയോയിൽ കാണാം. ബൈ.